മെർലിൻ ചേച്ചി കുറെ വർഷത്തിരുന്ന് ഫോൺ വിളിക്കുന്നു. ഇനി തൊട്ട് കേശവന്റെ വീട്ടിൽ നിൽക്കുവാ. സുന്ദരിയായിട്ടുണ്ട്. എന്റെ മനസ്സ് പറയുന്നു ഭാവിയിൽ ആ കൊച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്നു ചേരുമെന്ന്. ഭാവിയിലോട്ട് പോകേണ്ട വരത്തില്ല. അമ്മൂമ്മ എന്നെ അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു അമ്മൂമ്മ എന്നെ കൈയോടില്ലാന്ന്. ഈ വീടിന്റെ താക്കോല മെർലിൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ വാക്ക് എന്തായാലും പാലിച്ചിട്ടുണ്ട്. എന്തായാലും പാറമട വീട്ടിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞത് ഈ എപ്പിസോഡിൽ അത് പാലിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി പാറമട വീട്ടിൽ തന്നെ സ്റ്റേ ആണ്. ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയിട്ടിരിക്കുന്നത്. കേശു നല്ല രീതിയിൽ പെട്ടിരിക്കുകയാണ്. ഒരു സാരിയൊക്കെ എടുത്തിട്ടാണ് വന്നത്. സാരിയുടെ ആ ലുക്ക് നല്ല രീതിയിൽ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. പക്ഷെ സാരിയും കൂടെ എടുത്തപ്പോൾ എനിക്ക് കേശുവിനേക്കാൾ നല്ല പ്രായം അത്യാവശ്യം തോന്നിക്കുന്നുണ്ട് നമ്മുടെ മെർലിന്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷെ എനിക്കൊന്ന് മെർലിനെക്കാളും എനിക്കൊന്ന് അലീനെ കുറച്ചും കൂടി പെയറാവാനായിട്ട്, കേശുവിനായിട്ട് പെയറാവാനായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത് ആ ഒരു പ്രായക്കൂടുതലിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പാട്ട് പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്തായാലും രസകരമായിട്ട് തന്നെ വരുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഒരു ഇതിൽ അമ്മുമ്മേനെ കയ്യിലെടുക്കാനുള്ള കുറച്ച് പരിപാടികളാണ് മെർലിന് ഒപ്പിച്ചു വെക്കുന്നത്. നമ്മുടെ ശിവാനി ഇപ്പോഴത്തെ എപ്പിസോഡിലും ഇല്ല. ശിവാനിയുടെ കാര്യം നമ്മൾ നേരത്തെ കുറച്ച് എപ്പിസോഡ് പ്രൊമോയിലായിട്ട് നമ്മൾ